എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു വീഡിയോ പൈനാപ്പിൾ പായസം അല്ലെങ്കിൽ പൈനാപ്പിൾ പ്രഥമൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ അത് തന്നെയല്ലേ കമന്റ്. കമന്റ്സ് എന്ത് പറയണ്ടേ, നമുക്ക് സജഷൻസ് വരുന്നത് അത് നല്ല കാര്യമല്ലേ. സജഷൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ എന്റെ അമ്മോ, ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചട്ടപ്പട്ടെ എന്നും പറഞ്ഞൊരു സ്വീറ്റ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഉള്ള ഐറ്റംസിനെക്കാട്ടി നമ്മൾക്ക് ബാക്കി വരുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണമെന്നായിരിക്കും കുറേ പേരുടെ കൺഫ്യൂഷൻ. അതുപോലെ തന്നെ വീട്ടിൽ മിക്കവാറും ബാക്കി വരുന്ന ഒരു സാധനമാണ് ദോശ അല്ലെങ്കിൽ ഇഡ്ലി മാവ്, അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. അതായത് ഒരു 2 മിനിറ്റ് മതി നമ്മൾക്ക് ബാക്കി വന്ന ദോശമാവ് വെച്ച് ഒരു അടിപൊളി എന്തെടുക്കാൻ പോണേ ജിലേബി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതിനുള്ള എങ്ങനത്തെ ജിലേബിയാണ്? എങ്ങനത്തെ ജിലേബി? കളർഫുൾ ജിലേബി. എന്തൊക്കെ കളർ വേണം? ഗ്രീൻ, യെല്ലോ, റെഡ്. ഗ്രീൻ, യെല്ലോ, റെഡ്, ഈ 3 കളർ. ട്രിപ്പിൾ കളർ, നമ്മൾ പോലെ ട്രിപ്പിൾ കളർ. അപ്പൊ അങ്ങനെ ട്രൈ കളേഴ്സിൽ നമ്മൾ ഇന്ന് ജിലേബി ചെയ്യാൻ പോവാണേ. പച്ചമ്മക്ക് എന്ത് കളർ വേണം? എനിക്ക് യെല്ലോ മതി. അമ്മയ്ക്ക്? എനിക്ക് എപ്പോഴത്തെ റെഡ് ഭ്രാന്തിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഗ്രീൻ എടുത്തോ. അതിന് ഗ്രീൻ അല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞങ്ങൾ 3 പേർക്കും കൂടെ 3 ഡിഫറെന്റ് കളേഴ്സിൽ നമ്മളിന്ന് ജിലേബി ചെയ്യാൻ പോവാണ്. അതും 2 മിനിറ്റിൽ വെറും ചട്ടപ്പട്ട എന്നും പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ജിലേബി. അപ്പോൾ 2 കപ്പ് ദോശമാവാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കപ്പ് എടുക്കാം. ഇതിൽ നിന്ന് എടുക്കുവാണ്. ഇപ്പോൾ രണ്ടാമത്തെ കപ്പ്. അപ്പോൾ നമ്മൾ 2 കപ്പ് ദോശമാവ് എടുത്ത് കഴിഞ്ഞു കേട്ടോ. അച്ഛമ്മ അങ്ങോട്ടേക്ക് വെച്ച്. ഇനി അടുത്തത് നമ്മൾക്കൊരു 3/4 കപ്പ് മൈദ എടുക്കണം. നമുക്ക് ഈ മൈദ ഈ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര സംഭവമൊന്നുമില്ല, അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ്, അതാണ് എത്ര എടുക്കണമെന്നൊക്കെ ഉണ്ടാവും. ഇത്ര ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അടുത്തെന്താണ് അച്ഛമ്മ? ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഇടാൻ പോണേ നമ്മള്. 1/4 ടീസ്പൂൺ വേണ്ടേ? 1/4 ടീസ്പൂണാ? 1/4 ടീസ്പൂൺ വേണോ? എനിക്ക് അങ്ങനെ ടീസ്പൂൺ കണക്കൊന്നും അറിയില്ല കേട്ടോ. സ്പൂൺ കണക്കിൻ്റെ ഞങ്ങൾക്ക് കൈ കണക്കിൻ്റെ ആളാണ് ഞാൻ. എനിക്കിങ്ങനെ സ്പൂൺ കണക്ക് പറയാൻ അറിയില്ല. വാച്ചിമ്മയും കൈ കണക്കിൻ്റെ ആളായിരുന്നു. വാച്ചിമ്മ എങ്ങനെയാന്ന് പറയാം, കൂടുതൽ ഞാൻ കണ്ടേക്കണത് ഈ മസാലയുടെ ഒക്കെ മൂടി ഉണ്ടാവല്ലോ, ആ മൂടിയിൽ എല്ലാം തുറന്നു തന്നിട്ട് ആ മൂടിയിലാണ് ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടേക്കുന്നത് കേട്ടോ. ഇപ്പം ഈ സ്പൂൺ കണക്ക് പെട്ടെന്ന് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതാ ഇച്ചി ബേക്കിംഗ് സോഡ. അത്ര മതിയാവും. എത്ര? ഇതൊരു 1/4 ടീസ്പൂൺ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പറഞ്ഞു ശരിയാ. അതാണ് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. കൊറേ കഴിഞ്ഞ ചവർപ്പെടുത്ത്
ഞാൻ ഓർത്തിരുന്ന ഇതിന്റെ ബാലൻസ് വരാത്ത എന്റെ ദൈവമേ. അപ്പൊ നമുക്ക് എന്താ ചെയ്യണം? അടുത്തത് ഇളക്കി ക്ലിയർ ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഉഴുന്നുവടയുടെ അല്ല കേക്കിൻ്റെ അല്ല, രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു കൺസിസ്റ്റൻസി. അതായത് മടങ്ങി വീഴുകയും ചെയ്യണം, എന്നാൽ കുറച്ച് തിക്നെസ് ഉണ്ടാവണം കേട്ടോ. അതെങ്ങനെ അങ്ങനെ നമ്മുടെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കിനി കളറ് കലക്കണം കേട്ടോ. അപ്പോൾ 3 കളർ നമ്മൾ കലക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് മാറ്റുവാണേ. ഓക്കെ. അപ്പോൾ ആദ്യം ഏത് കളർ കലക്കണം? ആദ്യം യെല്ലോ ആണ് മുൻഗണന, പിന്നെ നമ്മുടെ സൗകര്യം നോക്കി അങ്ങോട്ട് കലക്കിക്കോ. നല്ല മാക്സിമം ഇവിടെ പ്രയോറിറ്റി അല്ലേ? അപ്പൊ വേണം നമുക്ക് മഞ്ഞ. അത് മാത്രമല്ല, ഓർഗാനിക് ആയിട്ട് വേണം. അതുപോലെ തന്നെ ഈ കളറ് ചേർക്കുന്ന ആർക്കും ഇഷ്ടമല്ല, ഫുഡ് കളർ ചേർക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞ കളറിൽ ചെയ്യാം. മഞ്ഞ കളറിന് ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞു. ഓ എന്റെ പൊന്നെ, കളർ പൊടി ഇടുന്ന ഇഷ്ടമില്ലാന്നാ? മഞ്ഞ കഴിക്കൂ. വാച്ചമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ റെയിൻബോ കേക്കൊക്കെ എല്ലാവരും കണ്ടതാ, ഫുള്ള് കളർ അടിച്ചിട്ട് കഴിച്ചത്. ഇപ്പൊ മാറി, ഇപ്പൊ മാസങ്ങൾ മാറിയപ്പോ വാച്ചമ്മയുടെ ടേസ്റ്റ് ഒക്കെ മാറി എന്നാണ് പറയുന്നത്. മഞ്ഞപ്പൊടി. അപ്പൊ ഇതുപോലെ ഓർഗാനിക് ആയിട്ട് വേണം. അതുപോലെ തന്നെ ഈ കളർ പൊടി ഇടുന്ന ഇഷ്ടമില്ല എന്നുള്ളവര്, അത് ഇതുപോലെ ഇഷ്ടമില്ലാത്തവര് മഞ്ഞപ്പൊടി ചേർത്തോളൂ കേട്ടോ. അടുത്ത് എന്ത് ചെയ്യണം മച്ചമ്മ? ഇളക്കി കളറും അതും കൂടെ ജോയിന്റ് ചെയ്യങ്ങട് മഞ്ഞയാക്കടോ. അപ്പൊ ദാ യെല്ലോ കളർ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അങ്ങോട്ട് പയ്യെ മാറ്റി വെക്കാം. സ്പെഷ്യൽ റെഡി. അപ്പൊ അടുത്ത ബാറ്റർ 2 സ്പൂൺ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ. നീ ഇതിലേക്ക് ഒരു അടുത്തത് റെഡ് ഇടാം അല്ലേ? ഗ്രീൻ ഇട്ടോ നിനക്ക്. ഓ ഇങ്ങനത്തെ ഓർഡറിൽ വരാം അല്ലേ നമ്മൾക്ക്? അതായത് ആദ്യം നമ്മൾ മൂത്തവർക്ക് ഒരു സ്ഥാനം കൊടുത്തു, പിന്നെ നഖത്തേലും പച്ച നിറമാണ്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഗ്രീൻ ഫുഡ് കളർ ചേർക്കാൻ പോവാണേ. പച്ച കളറ് ജിങ്കിച്ച, ഇനി ചുവപ്പ് കളറും ജിങ്കിച്ച. അപ്പോൾ നമ്മുടെ പച്ച കളർ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചുവപ്പ് കളർ. ഓ അപ്പൊ ലാസ്റ്റ് ബാറ്റർ കംപ്ലീറ്റ് ആ റെഡിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് അവസാനം എടുത്താൽ മതി, റെഡ് അവസാനം എടുത്താൽ മതി എന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് പിടി കിട്ടിയത് കേട്ടോ. ചുവപ്പ് അമ്മിണിക്കുട്ടി. അപ്പൊ ആ റെഡ് ഫുഡ് കളർ ചേർക്കാണേ. അപ്പോൾ അതാ ഞങ്ങൾക്ക് 3 പേർക്ക് 3 കളറിലുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാ ബാറ്ററോടെ വെച്ചോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നമുക്കുണ്ടല്ലോ ഒരു ഐസ് കോൺ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ഐസ് കോണ്. ഇത് നമ്മൾക്കിപ്പോൾ പ്ലാസ്റ്റിക് ഒരുമാതിരി യൂസ് ആൻഡ് ത്രൂ അവൈലബിൾ ആണ്. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ച സാധനം? നമ്മളിവിടെ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് വാഷ് ചെയ്ത് യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓരോ ബാറ്ററായിട്ട് നമ്മൾ എടുത്തിടണം. അപ്പോൾ ഫസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കണം. എണ്ണ ചൂടാകുന്ന നേരത്ത് ബാറ്റർ ഇടാം. ഓക്കെ. അപ്പോൾ അതാ നമ്മളിതാ ചട്ടിയിൽ നമ്മൾ വറുത്ത് കോരാൻ പോവുകയാണേ. അപ്പം അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ചട്ടി കത്തിച്ച് വയ്ക്കാം. ചട്ടിയോ ഗ്യാസ് കത്തിച്ച് വയ്ക്കാം. അടുപ്പ് കത്തിക്കാം. ആവശ്യത്തിന് എണ്ണ ഉപയോഗിച്ചോളൂ കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. അത് ജിലേബി ഇടുമ്പോൾ ഉണ്ടല്ലോ അത് ഫുള്ള് മുങ്ങി കിടക്കണം അതിൽ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ യൂസ് ചെയ്യാം. എണ്ണ നല്ലോണം ചൂടായി കുറച്ച് വരുന്ന നേരത്ത് നമുക്ക് ആക്കി വെക്കാം അല്ലേ? അത് കുറേ നേരം വാച്ചുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും അപ്പം എന്താ പറയേണ്ടത് അപ്പോൾ അതാ ഇതിലേക്ക് നമ്മളുടെ മഞ്ഞ ബാറ്റർ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞ കളർ ജിങ്കിച്ച. അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിങ്ങനെ പിഴിഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒന്നേ എന്റെ യെല്ലോന്റെ വരവ് കണ്ട. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey. അപ്പോൾ അതാ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ മൊരിയണം. മറിച്ചിട്ട് കൊടുക്കും. ഒരെണ്ണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഷേപ്പ് വളരെ ഭംഗിയിൽ വരും. ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ജിലേബി ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളിങ്ങനെ അബദ്ധവശാൽ ഇങ്ങനെ ഷേപ്പൊക്കെ മാറി വരുമ്പോൾ പറഞ്ഞാൽ മതി. കുറച്ചുകൂടെ ഒന്നുകൂടെ മൊരിയാനുണ്ട്. താറാവ് പല ഷേപ്പിലാണ് ഞാൻ വാച്ചമ്മ ചെയ്തേ. വാച്ചമ്മ എന്നെ താറാവും കോഴി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഒരെണ്ണം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മഞ്ഞ കളർ കോയിൻ ജിലേബികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വലുതാക്കി ചുടണം എന്നുള്ളവർ വലുതാക്കി ചുട്ടോളൂ. എനിക്കും വലുതാക്കി ചുടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കയ്യിൽ ചെയ്തുപോലെ കോയിനായിട്ട് വരുന്നുള്ളൂ. ഇത് നമ്മുടെ വാച്ചിമ്മയുടെ സ്പെഷ്യൽ എന്താന്ന് എനിക്ക് പറയാൻ കേട്ടില്ല. വാൽനക്ഷത്രവും കുഞ്ഞും. ഇത് വാൽനക്ഷത്രം, ഇത് കുഞ്ഞാന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കണ്ടിട്ട് തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പേര് ഇട്ടോ. വാച്ചമ്മയുടെ ജിലേബി. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ. റെഡ് വേണോ ഗ്രീൻ വേണോ? ഗ്രീൻ. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുൻപ് നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കതാ പഞ്ചസാര പാനി റെഡിയാക്കാം. ഇത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അത് പാനി എത്ര അളവിന് വേണം എന്നുണ്ടെങ്കിൽ അത്ര അളവ് പഞ്ചസാര നമ്മൾ ഇടണം. അപ്പോൾ അതാ പഞ്ചസാരയ്ക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം. നല്ല ഇങ്ങനെ പശ പോലെ വന്നു അല്ലേ? നല്ല അതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു ഞാൻ പറയാം ഹണിയുടെ ഹണിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, തേനിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം നമുക്ക്. ഒരുപാട് വെള്ളം കൂടി പോരുത് കേട്ടോ. നമ്മൾ ഇന്നലെ ചെയ്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ വെള്ളം കൂടിപ്പോയിട്ടില്ല. ജിലേബിയൊക്കെ ഒരുമാതിരി സ്പോഞ്ച് പരുവം. നിങ്ങളുടെ ഹൃദയം സ്പോഞ്ച് പോലെയാണോ? അതുപോലെ ഇപ്പൊ വെള്ളം കൂടി പോകരുത്. ആള് ഞാനാണ്. അതെ, അതിന്റെ ആള് അമ്മയാണ്. അമ്മ വെള്ളം കൂട്ടി അങ്ങ് ഇട്ട്. സോ നന്നായിട്ട് ആയി വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ പകത്തേക്ക് പോയേനെ.
ഞാൻ ഇളക്കിക്കോളാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ബാറ്റർ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇതൊന്ന് പിടിക്കുക വച്ചമ്മ. ഞാൻ പിടിച്ചുതരാം. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I love. അപ്പോൾ നമ്മുടെ പച്ച ജിലേബിയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമ്മളെ പച്ച ലഡു, മഞ്ഞ ലഡു, ചുവന്ന ലഡു ഒക്കെ ഉണ്ടാക്കണേ അല്ലേ? ഡമ്മോ. ഒരു കുട്ടി ജിലേബി. അയ്യടാ അയ്യടാ. നടക്കമ്മ. അപ്പോൾ അതാ പഞ്ചസാര പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരുമാതിരി തേനിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ചെറുനാരങ്ങ, ഇത്തിരി ചെറുനാരങ്ങ നീര്, ഇത്തിരി ഏലക്കപ്പൊടി. ഇതിലേക്ക് ഒരു ഇച്ചിരി ചെറുനാരങ്ങ നീര്. അപ്പോൾ ആ പഞ്ചസാര നീര് നല്ലോണമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു നേരി ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. ഇതാണ് കൺസിസ്റ്റൻസി, കണ്ടോ? ഒട്ടണം. അപ്പോൾ അത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരി ചൂടോടെ ഉള്ളപ്പോൾ തന്നെ നമുക്കിങ്ങനെ ജിലേബി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് അടുത്ത ഒരു കളറ് ബാറ്റർ ബാക്കിയുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ പെരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടുതൽ കിടക്കണ്ട കേട്ടോ. അപ്പം തന്നെ നമുക്ക് എടുക്കാം. But I've known you too long. It hurts to watch your blue eyes fade to gray as you fade away. As you fade away. As you fade away. അപ്പോൾ അതാ നമ്മുടെ ട്രൈ കളർ ജിലേബി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ വാച്ചിമ്മക്ക് ഏത് കളറാണ്? യെല്ലോ. എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് റെഡ്. ആൻഡ് എനിക്ക് ഗ്രീൻ. ഷുഗർ ഫാക്ടറി ആണെങ്കിലും ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം,
ഈ സ്വീറ്റിൻ്റെ ഒക്കെ കൂടെ ഒരു സ്വീറ്റായൊരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വീട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ പറയുക, നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഒരു വീട്. അത് എന്താണ് ഏതാണ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അതായത് വീട് വാങ്ങിച്ചപ്പോൾ തൊട്ട് ഞാൻ ഇപ്പോൾ വരെയുള്ളത്, അല്ല വീട് കണ്ടപ്പോൾ തൊട്ട് വീട് വാങ്ങിച്ചപ്പോൾ വരെയുള്ളത്, പിന്നെ വീടിൻ്റെ ഉള്ളിൽ കുറേ റിനോവേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല കളർഫുൾ റിനോവേഷൻസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളും അതിൽ അഭിപ്രായങ്ങൾ പറയുക. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആരോടും പ്രത്യേകിച്ച് ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ നിങ്ങളോടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട് നിങ്ങളെ. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നതാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് ഐ റിയലി റെസ്പെക്റ്റ് യു ഓൾ, ഐ ലവ് യു ഓൾ. അപ്പോൾ അതുകൊണ്ട് ഈ സന്തോഷ വാർത്ത നിങ്ങളും കൂടെ അറിയണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി വരുന്ന എപ്പിസോഡിൽ വരുന്ന വീഡിയോകളിൽ ഞാൻ ആ വീടിൻ്റെയൊക്കെ വീഡിയോസും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. കുറച്ച് വീട്ടിൽ ബാക്കി വന്ന ദോശമാവും കുറച്ച് മൈദപ്പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ജിലേബികൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞു നിങ്ങൾ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണം. പഠിച്ച് ബട്ടൺ അമർത്തണം. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ശരി, ടാറ്റാ.